ആത്മീയ ജീവിതത്തിലും അനുദിനമുള്ള ജീവിതത്തിലും സത്യസന്ധമായ സുവിശേഷ മൂല്യങ്ങളുണ്ട്. സത്യം, നീതി, സാഹോദര്യം അതെല്ലാം ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ കറക്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിലെ ആചാരാനുഷ്ഠാനങ്ങൾ ഭയങ്കര കൂടുതലാണ്, പക്ഷേ ജീവിതത്തിൽ സത്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അധ്വാനിക്കുമ്പോൾ പക്ഷേ നമ്മൾ ദൈവം കൂടി അതിൻ്റെ അകത്ത് കക്ഷിയായിരിക്കണം. അല്ലെങ്കിൽ ഇത് പറയും, അവർ കഠിനാധ്വാനം ചെയ്തു പക്ഷെ മുള്ളു കൊയ്തെന്ന് പറയത്തില്ലേ. എന്നുവെച്ചാൽ ദൈവം കക്ഷിയാണത് പ്രാർത്ഥിക്കണതിൻ്റെ പള്ളി പോണതും പ്രാർത്ഥിക്കണം മാത്രമല്ല, നമ്മുടെ നിലപാട്, ചതി, വഞ്ചന, പാരവെപ്പ്, സൂചിവെപ്പ്, മറ്റുള്ളവരെ മത്സരിച്ച് ഒറ്റപ്പെടുത്തുക, ദൈവത്തിന് നിരക്കാത്ത ജീവിതം ഉണ്ടാകുകയും പിന്നെ നമ്മൾ ആചാരാനുഷ്ഠാനങ്ങളുടെ ദൈവത്തിന് ചേർത്ത് നിർത്താന്ന് വെച്ചാൽ ദൈവം ചേരത്തില്ല. അപ്പം ദൈവത്തെ കൂട്ടി വെക്കുക എന്ന് വെച്ചാൽ അതൊരു ജീവിത രീതിയാണ് സുവിശേഷവിഹിതമായ. അങ്ങനെ വരുമ്പോൾ അധ്വാനങ്ങൾ ഇരട്ടി ഫലം ഉണ്ടാക്കും. അധ്വാനങ്ങൾ ഇപ്പോൾ സങ്കീർത്തനം 4:7 എടുത്ത്, ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എന്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാത്തിനേക്കാളുള്ള ആനന്ദം നമ്മൾ നിക്ഷേപിക്കാൻ ദൈവത്തിന് കഴിയും. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കണം ദൈവത്തെ അവലംബിക്കുമ്പോൾ സുവിശേഷ വിഹിതമായ ഒരു ജീവിത സമീപനം ആവശ്യമായി വരണത്. അങ്ങനെ നമ്മുടെ സുവിശേഷ ജീവിതത്തിൽ നമ്മൾ വളരെ ഈ ഫിയേഴ്സ് ഓഫ് പർട്ടിക്കുലർ വളരെ പ്രാധാന്യത്തോടെയാണ് സുവിശേഷ ജീവിതം ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിൻ്റെ ജീവിത വിഷയത്തിൽ ദൈവം കക്ഷിയായിരിക്കും. എന്നാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ